ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വീട്ടുപടിക്കല് ഒരു യുവതിയും മക്കളൊക്കെ ചേർന്നിട്ട് ആ, സത്യാഗ്രഹം ഇരിക്കുകയാണ്. 7 കോടിയുടെ കേസാണ് ഇവർ പറയുന്നത്. ചില്ലറ തുകയൊന്നുമല്ല. അതായത് ഹരിയാനയിലെ ബവാൽ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് ടിക്കറ്റിന് വേണ്ടിയിട്ട് 7 കോടി രൂപ ഇവരിൽ നിന്ന് വാങ്ങി എന്നാണ് പറയുന്നത്. മാം അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. 3 പേരുടെ പേര് ഇവർ എടുത്തു പറയുന്നുണ്ട്. ഇത് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും കണ്ടില്ല. അവരുടെ കണ്ണിൽ മത്ത കുത്തിയിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാകാതെ പോകുന്നത്? അതെ, അടുത്ത മുഖ്യമന്ത്രി ആരാ പറയൂ? കെ.സി. വേണുഗോപാൽ അല്ലേ? ഞാൻ വിചാരിക്കുന്നത് എന്തായാലും 2.5 വർഷം എന്ന് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ആർ.സിക്ക് എന്തായാലും ആഭ്യന്തരമന്ത്രി സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കെ.സി. വേണുഗോപാലിന്റെ പേരാണ് ഇതിൽ ഇംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് വന്നിട്ടുണ്ട്. പ്രിയങ്ക വാദ്രയുടെ സെക്രട്ടറിയുടെ പേരും വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് സതാഫ് ഖാൻ അല്ലേ? ഖാൻ അദ്ദേഹത്തിന്റെ പേരും വന്നിട്ടുണ്ട്. ഇവര് മഹിളാ കോൺഗ്രസിന്റെ ഹരിയാനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് ആദ്യത്തെ സംഭവമല്ല. കോൺഗ്രസില് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു നിശ്ചിത തുക കൊടുക്കണം. ധാരാളം പേർക്ക് ഒരു സീറ്റ് തന്നെ താല്പര്യം ഉണ്ടാവും. ജയിക്കില്ല എന്നാണെങ്കിൽ പോലും കാൻഡിഡേറ്റ് ആവുക എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്ന ആൾക്കാരാണ് പലരും തന്നെ. ഇവിടെയൊന്നും അത്ര ഞാൻ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവര് കാശ് ചോദിക്കും, കൊടുക്കും ചെയ്യും. പക്ഷെ അതിന് അവർക്ക് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളം ആ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 7 കോടി രൂപ കൊടുത്തതിന്റെ ബാങ്ക് ഡീറ്റെയിൽസ്, അതിന്റെ കോൾ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവര് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വീടിന് മുമ്പിലാണ് വന്നിരുന്ന് സമരം ചെയ്യുന്നത്. 10 ജൻപഥ് വീടിന്റെ നമ്പർ. അവിടെ വന്നിരുന്ന് സമരം ചെയ്യണമെങ്കിൽ ചുമ്മാ വന്നിരുന്ന് ചെയ്യൂലല്ലോ. അതിലൊരു സത്യം ഉണ്ടെങ്കിലല്ലേ വന്നിരുന്ന് ചെയ്യുള്ളൂ. അപ്പോ പ്രജിതയ്ക്ക് അറിയാലോ, പ്രിയങ്ക വാദ്രയുടെ സെക്രട്ടറി ആണെന്നും പറഞ്ഞ് കേരളത്തില് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അടുത്ത് വിളിച്ച് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്ത് അവരിൽ നിന്ന് പൈസ 3 കോടി രൂപയുടെ കേസ്. അതെ. അത് പ്രിയങ്ക നിഷേധിക്കുകയുണ്ടായി. പക്ഷെ കോളുകൾ വന്നു എന്നുള്ള കാര്യം MLA-മാർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അവർ കൊടുത്തിട്ടില്ല. പിന്നീട് 2 പേരെ പിടികൂടി. അത് എന്തോ വേറൊരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും പ്രിയങ്കയുടെ സെക്രട്ടറിയാണ് ആ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണ് രാജ്കുമാർ ഫോൺ വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന നേതാക്കന്മാർ കുറച്ചും കൂടെ ജാഗരൂകരായിരിക്കണം. തങ്ങളുടെ പേരാണ് ദുരുപയോഗം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിലേക്ക് തന്നെ പ്രിയങ്കയുടെ പേര് വരാൻ കാരണം ഇങ്ങനെ കേരളത്തിൽ തന്നെ ഒരു അനുഭവം 3 കോടി രൂപ ചോദിച്ചിട്ട് ഫോൺ കോളുകൾ MLA-മാർക്ക്, സാധാരണ ടിക്കറ്റിന് വേണ്ടി പോലും ഇല്ല, ബുദ്ധിമുട്ടി മത്സരിച്ച് ജയിച്ച MLA-മാരെ മന്ത്രിയാക്കാം എന്നും പറഞ്ഞിട്ട് കോളുകൾ വന്നിരിക്കുന്നുവെങ്കിൽ നേതാക്കന്മാർ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരിയായ ഇവിടുത്തെ വയനാട് MP കൂടിയായ പ്രിയങ്കയും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. MP ആണ്, ജനറൽ സെക്രട്ടറി ആണ് കോൺഗ്രസിന്റെ. ആ സാഹചര്യത്തിൽ പ്രിയങ്കയുടെ ഓഫീസിൽ നിന്നാണ് ഒരു കോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ വീണു പോകും. അല്ലെ? ആർക്കാണ് MLA ആവുക? പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? മന്ത്രിയാവുക എന്നുള്ളത്. ആരാണ് അതിൽ വീഴാണ്ടിരിക്കണേ? എന്തായാലും ഈ ഹരിയാനയിൽ നിന്നുള്ള ലേഡി ഉടനെ പുറത്താക്കി. പെട്ടെന്ന് തന്നെ വെറുതെ പേനെടുത്തു എഴുതി അവരെ പുറത്താക്കി. അതുകൊണ്ട് കാര്യം മാറിയില്ല. 7 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൂജ്യം അതിൽ വരുന്നെന്ന് ആലോചിക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നോ വാല്യൂ ഫോർ സീറോ എന്ന് പഠിക്കുന്നുണ്ട്, പൂജ്യത്തിന് വിലയില്ല. പക്ഷെ അത് രൂപയാകുമ്പോൾ നല്ല വിലയുണ്ട്. 1 കോടി രൂപയ്ക്കും വിലയുണ്ട്, 10,000 രൂപയ്ക്കും വിലയുണ്ട്. നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്തിനു വേണ്ടി കൈമടക്ക്, കൈക്കൂലി തന്നെ പറയണമല്ലോ, കൈമടക്ക് കൊടുത്തു. അത് കിട്ടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തോന്നും. എന്തായാലും ഇനി ആ പാർട്ടിയിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ഇവർക്ക് മനസ്സിലായി അല്ലേ? അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ 5 കൊല്ലം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ വേറെയും ധാരാളം ആളുകൾ അതിനു വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടാകും. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ മാം? തെളിവുണ്ടെന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. വെറും വാക്കല്ല. മാം പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും വാട്സ്ആപ്പ് ചാറ്റുകളും ഓഡിയോ റെക്കോർഡ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൈമാറിയിട്ടുണ്ടെന്ന് ഇവരുടെ ഭർത്താവ് ഗൗരവ് കുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. 5 മാസമായി പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഡൽഹി നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് FIR കൊടുത്തിട്ടും അനക്കമില്ല എന്നാണ് പറയുന്നത്. ഒടുവിൽ നീതി കിട്ടാതെ വന്നപ്പോഴാണ്
ഇവർ ഈ ഒരു പ്രതിഷേധവുമായിട്ട് വരുന്നത്. അപ്പൊ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടുപടിക്കൽ വന്നിട്ട് അല്ല, കോൺഗ്രസ് അവരിയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടുപടിക്കലല്ല. കോൺഗ്രസിന്റെ എല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ്. അതെ. മല്ലികാർജുൻ ഖാർഗെ നെയിംസേക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഓക്കെ. വെച്ചിരിക്കുന്നു, അത്ര നമ്മൾ വിചാരിച്ചാൽ മതി. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്, സംഘടനാ ജനറൽ സെക്രട്ടറി. രാഹുൽ ഗാന്ധിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നോക്കുന്നത്. ആ സാഹചര്യത്തിൽ അവര് വന്നിരിക്കുന്നത് കോൺഗ്രസ് ഉം. ആണ് താൻ. താനാണ് കോൺഗ്രസ്, കോൺഗ്രസ് ആണ് താൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും നമ്മളുടെ ഭരണഘടന എടുത്തുകൊണ്ട് നടക്കുമല്ലോ. ഈയിടയ്ക്ക് ഒരു ട്രോള് കണ്ടിരുന്നു. ഭരണഘടന ആരോ കൊടുക്കുന്നു, അത് കെ.സി. വേണുഗോപാൽ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അദ്ദേഹം മേടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് കാണിക്കണം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നിലത്തേക്ക് വെക്കുന്ന ഒരു വീഡിയോ ഉം. വളരെ വൈറലിൽ വന്നിട്ടുണ്ട്. അത്രയ്ക്കുള്ളൂ ഇദ്ദേഹത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ കട. സ്നേഹത്തിന്റെ കടയിലാണ് ഈ സ്നേഹത്തിന്റെ കാര്യങ്ങൾ. സ്നേഹത്തിന്റെ കടയാന്ന് പറഞ്ഞ് നടന്നു. ഇവിടെ മുതല് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് ഉം. പിന്നെ കുറെ പേരെയൊക്കെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ സ്നേഹിച്ച് സ്നേഹത്തിന്റെ കടയൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുടെ വീടിന് മുമ്പിലാണ് ഈ നിസ്സഹായയായ ഈ സ്ത്രീയും കുട്ടികളും ഭർത്താവും ഉൾപ്പെടെയുള്ളവർ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് നീതി വേണം, അവരെ ഞങ്ങൾ കൊടുത്ത പുറത്താക്കി. എന്നിട്ട് അവരെ പുറത്താക്കി. ഉം, ഞാൻ ചോദിക്കാൻ വന്നത് എന്താ ഉം, അറിയോ മാം? ഉം, ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഉം, ജൻസികളുടെ ഉം, ചോദ്യത്തിന് മറുപടി നൽകാനായിട്ട് ഉം, ക്യാമ്പയിനുമായിട്ട് രാഹുൽ ഗാന്ധി വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഉം, ഈ സമയത്താണ് ഈ പ്രതിഷേധം ഉം, ഉണ്ടാവുന്നത്. ഉം, ഇവരോട് പറഞ്ഞൂടെ, ഉം. നിങ്ങൾക്ക് എന്നോട് പരാതി ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ പരിഹരിക്കാമെന്ന് പക്ഷെ ഈ സ്ത്രീ പറയുന്നതിന് ജൻസിയിൽ വരുന്നില്ല. പകരം ഈ സ്ത്രീ ഇപ്പൊ പരാതിയുമായി വന്നിരിക്കുന്ന സ്ത്രീ കുട്ടികളുടെ അമ്മയാണ്. ഉം, അവര് നീറ്റ് പരീക്ഷ എഴുതിയിട്ടില്ല, ജെൻസി അല്ല, എന്താണ് അഭിജിത്ത് കൂടെ നടക്കുന്ന ആളല്ല. അപ്പൊ ഇവരെയൊക്കെ എന്തും ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? എല്ലാ കാര്യങ്ങൾക്കും ജെൻസി എന്ന് പറഞ്ഞാലും ശരി, രാഹുൽ ഗാന്ധി തന്നെ എത്ര ആലോചിച്ചിട്ടാണ് ജെൻസികളുടെ സമരത്തിലേക്ക് വന്നത്. ആദ്യം അവര് മൈൻഡ് ചെയ്തില്ല. അഭിജിത്ത് ഓരോ കാര്യങ്ങളായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കുന്ന സമയത്തും മറ്റും അവർ അനങ്ങിയിട്ടില്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബമായിരിക്കാം ഉം. ആയിട്ടൊരു സുഖവാസത്തിലായിരുന്നു എന്നാണ് വീഡിയോകൾ വരുന്നത്. അതൊന്നും നമുക്കറിയില്ല, അതിന്റെ മെറിറ്റിലേക്ക് പോകേണ്ട. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇറങ്ങി വന്ന ഉടനെ തന്നെ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ പോയിട്ട് ഒരു തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ് അനീറ്റയുടെ കൈയും പിടിച്ച് മാർച്ച് നടത്തുകയും നമ്മൾ സതീശനും ശിവകുമാറും മുഖ്യമന്ത്രിമാരെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ആയതൊന്നും ഒരു അക്ഷരം മിണ്ടിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം. ഇങ്ങനെ എല്ലാ തവണയും ഞാനാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരിക്കലും പ്രധാനമന്ത്രി ആകാതിരുന്ന ഞാനാണ് പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി. അതെ. അല്ലെ? എപ്പോഴും ആയുഷ്കാല ഇദ്ദേഹം ഭാവി പ്രധാനമന്ത്രി. ആയുഷ്കാല വെയിറ്റിംഗ് ഇൻ ദ വിങ്സ് എന്ന് പറയും. ഇവര് അതെ. പോയിട്ട് വേണ്ട, അതൊരിക്കലും ആ വിങ്സിൽ നിന്ന് അദ്ദേഹത്തിന് സെൻട്രൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ പോലും കഴിഞ്ഞില്ല, അതിനുള്ള മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. ഇത്തവണ പ്രതിപക്ഷ നേതാവായെന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീയുടെ പ്രശ്നത്തെ, ഒരു ചെറിയ പ്രശ്നം, ഒരൊറ്റ നമ്മള് ടിപ്പ് ഓഫ് ദ ഐസ് കണ്ടിട്ടേ ഉള്ളൂ. അതെ. അതിന്റെ ഐസ്ബർഗിന്റെ താഴേക്ക് ഇനിയും ധാരാളം പേര് വരും. അതുകൊണ്ട് തന്നെയാണ് ഇവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ഇതിനെന്തെങ്കിലും പ്രാധാന്യം കൊടുത്ത് ഇതിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നൂറുകണക്കിന് ആൾക്കാർ പൈസ കൊടുത്ത് ടിക്കറ്റിന് വേണ്ടിയിട്ട് കെ.സി. വേണുഗോപാലിന്റെയും അതുപോലെയുള്ള ഉം. നേതാക്കന്മാരുടെയും കയ്യിൽ പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? എത്ര രൂപ കൊടുക്കാൻ പറ്റും? ആകപ്പാടെ അമ്മയ്ക്കും മകനും നമ്മൾ അറിയുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടുന്ന റോയൽറ്റി ഇൻകമാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റിയാണ്. അത് വെച്ച് എങ്ങനെയാണ് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുക? അവർക്കും ജീവിക്കണ്ടേ? പുറത്തെ രാജ്യങ്ങളിൽ പോയി കുടുംബസമേതം ഒരു വെക്കേഷൻ എടുക്കണമെങ്കിൽ കാശ് ചെലവില്ലേ? അതൊരു എം.പിയുടെ ഇൻകം കൊണ്ട് പറ്റുമോ? ഇനിയിപ്പോ അടുത്ത യാത്രയ്ക്ക് പോകണ്ടേ? അങ്ങനെയുള്ള സാഹചര്യത്തില് ഇനി കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ടത്, പൈസ കൊടുക്കുമ്പോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം ഒപ്പിട്ട് കൊടുക്കും. ഞാനും എം.എൽ.എ കാൻഡിഡേറ്റ് ആയിരുന്നു, നമുക്ക് പാർട്ടിയിൽ നിന്ന് വരും, നിങ്ങൾ എം.എൽ.എ കാൻഡിഡേറ്റ് ആയെന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഒപ്പിട്ട ലെറ്റർ വരും. അങ്ങനെ ഒരു ലെറ്റർ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന്. അല്ലെങ്കിൽ മഴയെന്നില്ല വെയിലെന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ പോയി സമരം ചെയ്യേണ്ടി വരും. പിന്നെ പോലീസ് തൂക്കിയെടുത്ത് ഉള്ളിലാക്കും. പോലീസ് എന്ത് ചെയ്യാനായിട്ട് ഇപ്പൊ ഇത് പോവായിരുന്നു, മുന്നോട്ട് കേസായിട്ട് പോകുന്നതന്നെ നമ്മൾ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, അവസാനത്തേതാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.